ഗുഡ് മോർണിംഗ്. ഇന്ന് ഫ്രൈഡേ ആയിട്ട് രാവിലെ ഇച്ച കളിക്കാൻ പോയി. കളി കഴിഞ്ഞ് വന്നപ്പോൾ ഇച്ച പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് മാർക്കറ്റിൽ പോകാം കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. അങ്ങനെ ഞാനും ഇച്ചയും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മൾ മനാമയിലാണ് വന്നത് കേട്ടോ. മനാമ മാർക്കറ്റിൽ, മനാമ സെൻറ്ററിലാണ് വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം വന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലാട്ടോ. ഇവിടെ നമുക്ക് എല്ലാം കിട്ടും, ഓരോരോ സെക്ഷനായിട്ടാണ്. ഫിഷിന് ഒരു സെക്ഷൻ, വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഒരു സെക്ഷൻ, ബീഫിന് മീറ്റിനൊക്കെ വേറെ സെക്ഷൻ, അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആപ്പിളും എല്ലാം എടുത്തു. ആപ്പിളും ഓറഞ്ചും മാംഗോയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ വന്നു. ഫിഷ് മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് കടയിൽ നിന്ന് കയറിയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കരുത്. നല്ല സമയം എടുത്തിട്ട് തന്നെ വേണം വാങ്ങിക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് ചുറ്റിയെല്ലാം ഒന്ന് കണ്ടതിന് ശേഷം മാത്രമേ വാങ്ങിക്കൂ. കാരണം നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഓക്കെ നല്ല മീനാണെന്നും പറഞ്ഞ് നമ്മൾ മേടിക്കും. പക്ഷേ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ഇരുന്ന് കഴിയുമ്പം ഇതിലും നല്ലതുണ്ടാവും, അല്ലെങ്കിൽ വിലക്കുറവുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യമേ ചാടിക്കറി വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ല എപ്പോഴും നമ്മളൊന്ന് മൊത്തത്തിൽ കറങ്ങിയിട്ട് സമയം ഉണ്ടെങ്കിൽ എന്നല്ല, സമയം എടുത്ത് തന്നെ വേണം വാങ്ങിക്കാൻ. ഒരു ഫ്രൈഡേ അല്ലേ, നമുക്കപ്പോൾ കുറച്ച് സമയം ഇതിന് വേണ്ടി മാറ്റി വെക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ കുറച്ച് നമ്മൾ കറങ്ങി എല്ലാം നോക്കി മേടിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. പിന്നെ പല പല മീനുണ്ട് കേട്ടോ. ചില മീനൊന്നും എനിക്ക് അറിയത്തോലുമില്ല, ചിലതല്ല, ഒട്ടുമിക്ക മീനുകളും എനിക്കറിയില്ല. പിന്നെ നല്ല ഞണ്ടും നല്ല കൊഞ്ചും ഒക്കെ ഉണ്ട്. കൊഞ്ചിനൊക്കെ ഇപ്പം നല്ല റേറ്റുള്ള സമയം കേട്ടോ. പക്ഷെ നല്ല വലിയ കൊഞ്ചാട്ടോ, കണ്ടോ ഇത്. പക്ഷെ നമ്മൾ മേടിച്ചില്ല. എനിക്ക് പിന്നെ മത്തിയോടായിരുന്നു താല്പര്യം കൊണ്ട് ഞാൻ മത്തിയും പിന്നെ എൻ്റെ ഫ്രണ്ട് കുറച്ച് അയലയും വാങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുകൊണ്ട് മീറ്റിൻ്റെ സെക്ഷനിൽ വന്നു. മീറ്റിൻ്റെ സെക്ഷനിൽ വന്നപ്പം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏതാ വാങ്ങിക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ അപ്പേനെ വിളിച്ച് ചോദിച്ചിട്ട് ഞങ്ങൾ വാങ്ങിച്ചത്. കാരണം ഒരുപാടുണ്ട്. പിന്നെ ബീഫിൻ്റെ ഏത് പാർട്ടാണ് നല്ലത്, പെട്ടെന്ന് വേവുന്നത് അല്ലെങ്കിൽ കുറച്ച് ടേസ്റ്റുള്ള എന്ന് അപ്പയ്ക്കാകുമ്പോൾ പെട്ടെന്ന് അറിയാം. അതുകൊണ്ട് അപ്പയോട് ചോദിച്ചിട്ട് ഞങ്ങൾ വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക, ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ എന്താ പറയുന്നത്, ആടിൻ്റെ തല, അങ്ങനെ കുറേ ഉണ്ട്. എനിക്കൊക്കെ ചില കാര്യങ്ങളൊന്നും കണ്ടിട്ട് മനസ്സിലാവില്ല. ഇത് കണ്ടോ, ഇത് ആടിൻ്റെ തല കേട്ടോ. ഇതുകൊണ്ടൊക്കെ എന്തായിരിക്കും ചെയ്യുക? ചിലപ്പോൾ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുമായിരിക്കും. എനിക്കതിനെ പറ്റിയിട്ട് വലിയ നോളജ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ബായ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.